തലശ്ശേരി ബിരിയാണിക്ക് ആ ഹോട്ടൽ സ്റ്റൈൽ മണവും രുചിയും എങ്ങനെ കിട്ടുന്നു എന്നറിയാമോ? നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഒരു അസൽ തലശ്ശേരി ഗരം മസാല പൊടിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഗരം മസാല മീറ്റ് കറികൾക്കും ചിക്കൻ കറികൾക്കും എല്ലാറ്റിനും ചേർത്ത് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി മസാലപ്പൊടിയാണ് ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത്. ഇതിനൊരു പ്രത്യേക തരം സുഗന്ധവും രുചിയും നൽകുന്ന ഒരു സ്പെഷ്യൽ ഗരം മസാലപ്പൊടിയാണ്. ഇത് നമ്മൾ ഒരിക്കൽ ഉണ്ടാക്കി വെച്ചാൽ ഒരു 6 മാസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഒട്ടും നനവില്ലാത്തൊരു പാത്രത്തിലായിരിക്കണം ഇത് സൂക്ഷിക്കേണ്ടത്. ഈ മസാലയുടെ രഹസ്യം പലരും എന്നോട് ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ഇടുന്നതാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ കമൻറ്റും ലൈക്കും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. അങ്ങനെ എങ്ങനെയാണ് നമ്മൾ മസാലപ്പൊടി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് കറുവാപ്പട്ട 50 ഗ്രാം, ഏകദേശം ഇത് ഒരു 50 ഗ്രാം, ഇത്രയും നോക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ കാര്യമായി വേണ്ടത് ജാതിക്കയാണ്, അത് 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ജാതിക്കൻ്റെ തൊലിയില്ലേ, അതുകൊണ്ട് ഉണക്കിയത്, അതും കൂടി എടുക്കണം. പിന്നെ 2 ബേ ലീഫ്, കൂടുതലൊന്നും ആയിപ്പോകണ്ട, എല്ലാറ്റിനും കറക്റ്റ് അളവേ വേണ്ടുവേ. പിന്നെ ആ നക്ഷത്രം പോലത്തെ ഒരു സാധനം ഇല്ലേ, ആ തക്കോലം എന്നാന്ന് തോന്നുന്നു അതിനെ പറയാൻ, എനിക്ക് ശരിക്കും അതിൻ്റെ പേരറിയില്ല. അതൊരു 2-3 മതി. പിന്നെ വേണ്ടത് 200 ഗ്രാം നല്ല ജീരകമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക്, അതുപോലെ തന്നെ ഗ്രാമ്പു, അതും വളരെ കുറച്ച് മതി. ഒരു 10-20 ഏലക്കായും. ഇതാണ് നമ്മളെ ഗരം മസാലയുടെ ശരിയായ അളവ്. മറ്റുള്ളവർ എങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. ഞാൻ വർഷങ്ങളായി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഇത് എല്ലാറ്റിനും ഇതന്നെ ചേർക്കാറ്. ചിക്കൻ കറിക്കായാലും ബീഫ് കറിക്കും ഇത് വളരെ കുറച്ചേ ഏത് കറിക്കായാലും ചേർത്ത് കൊടുക്കണ്ടേ. കൂടിപ്പോയാൽ വല്ലാത്തൊരു കുത്തലുണ്ടാവും, അത് വളരെ സൂക്ഷിക്കണം. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നതാണ്. നിങ്ങളിങ്ങനെ ഒരു മസാലപ്പൊടി ഉണ്ടാക്കി സൂക്ഷിച്ചിട്ട് അല്ല ഉപയോഗിച്ചിട്ടോ എനിക്ക് കമൻ്റ് ഇടണേ. ഇത്ര തന്നെ ഉണ്ടാക്കിയാൽ നമുക്കൊരു 6 മാസം വരെ ശരിക്കും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ അടുപ്പത്ത് പാൻ വെച്ച് ചെറിയ തീയിലായിരിക്കണേ, കരിഞ്ഞു പോകാനേ പാടില്ല. അതിലേക്ക് 200 ഗ്രാം നല്ല ജീരകം ഇട്ട് കൊടുത്ത് നന്നായി വറുത്തെടുക്കണേ. ഒരു നല്ല മണം വരുന്നത് വരെ വറുത്തെടുക്കണം. വറുത്ത ശേഷം അതിലേക്ക് മറ്റുള്ളത് കൂടി ചേർക്കണം. അതായത് മറ്റുള്ള മസാലക്കൂട്ട് കൂടി അതിലേക്ക് ചേർത്ത് വീണ്ടും ഒന്ന് നന്നായി വറുത്തെടുക്കണേ. എല്ലാം നന്നായി വറുത്ത് വരുമ്പോൾ തന്നെ അടുക്കളയിൽ നല്ല മണമായിരിക്കുമേ. ഇത് വറുത്ത് പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച വരെ കിച്ചൺ നല്ല സ്മെല്ലായിരിക്കും. മസാലപ്പൊടിൻ്റെ നല്ലൊരു സ്മെല്ലായിരിക്കും. ആരെങ്കിലും കയറി വരുമ്പോഴേക്കും ഇവർക്ക് എപ്പം ബിരിയാണി വെക്കല പണിയും ചെയ്യും. അങ്ങനെ നല്ല ജീരകമൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ചേർത്തത് ഇതാ നക്ഷത്രം പോലത്തെ ആ സാധനമാണ്, തക്കോലം എന്നാന്ന് തോന്നുന്നു അതിൻ്റെ പേര്. നിങ്ങൾ വിചാരിക്കും ഒരു വലിയൊരു മസാല ഉണ്ടാക്കുന്ന ആളായിട്ട് ഇതിൻ്റെ പേരറിയില്ലെന്ന്. ഇതിൻ്റെ പേര് ശരിക്കും എനിക്കറിയില്ല. രണ്ടാമത് നമ്മൾ ചേർത്ത് കൊടുത്തത് ജാതിപത്രി എന്നാന്ന് തോന്നുന്നു അതിനെ പറയാം, ജാതിക്കൻ്റെ തൊലിയാണ്, തൊലി ഉണക്കിയതാണ്. പിന്നെ ഇത് 2 ബേ ലീഫും കുറച്ച് കുരുമുളകും പിന്നെ കരയാമ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജാതിക്കൻ്റെ തൊലികളിന് നമ്മൾ ചെറിയ പീസാക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തത്, അല്ലെങ്കിൽ പൊടിക്കുമ്പോൾ മെഷീൻ കേടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അവസാനം ചേർത്ത് കൊടുത്തത് കറുവാപ്പട്ടയും ഏലക്കായാണ്. ഇതൊക്കെ തീ നന്നായി കുറച്ച് വെച്ച ശേഷമാണ് ചേർത്ത് കൊടുത്തത്. അങ്ങനെ നമ്മളെ മസാലയെല്ലാം നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇത് നന്നായി തണുത്ത ശേഷം നല്ലവണ്ണം തണുക്കണേ. എന്നിട്ട് നല്ലവണ്ണം പൊടിച്ചെടുക്കണം. തരിതരിപ്പില്ലാണ്ട് തന്നെ പൊടിച്ചെടുക്കണേ, എന്നാലേ ഇതിൻ്റെ നല്ല സ്മെല്ലുണ്ടാവും. എല്ലാം പൊടിച്ചെടുത്ത് നമ്മളൊരു നല്ലൊരു അടച്ചുറപ്പുള്ള പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരെ തൽക്കാലം നമ്മൾ പോകുന്നുണ്ട്. ടാറ്റാ, ബൈ ബൈ.